CPM-നെതിരെ ഗുരുതര ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. സ്വകാര്യ ആശുപത്രി ശൃംഖലയുള്ള P1 എന്ന അമേരിക്കൻ കമ്പനിയിൽ നിന്ന് CPM 4 കോടി രൂപ കൈപ്പറ്റിയതായി ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. പണം കൈപ്പറ്റിയതിന്റെ രേഖകൾ ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ടു. ബ്ലാക്ക് സ്റ്റോൺ അമേരിക്കൻ കമ്പനിയുടെ ഉപകമ്പനിയാണ് P1. കിംസ്, ആസ്റ്റർ എന്നീ ആരോഗ്യ സ്ഥാപനങ്ങൾ P1 കമ്പനി വാങ്ങിയെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ആലപ്പുഴയിൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ഉഷ ജോസഫും ഉൾപ്പെടെ ഈ സർക്കാരിൻ്റെ ആശുപത്രികളിലെ സർജറികളിലെ കെടുകാര്യസ്ഥത അനുഭവിച്ചിട്ടുള്ള മനുഷ്യരാണ്. അപ്പം എന്താണ് ഗവൺമെൻറ് ആശുപത്രികൾ ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന് ഈ പൊതുസമൂഹത്തോട് ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ട വ്യക്തി ആരോഗ്യവകുപ്പ് മന്ത്രി മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിയാണ്. വലിയ സമരം ഇപ്പോൾ കേരളത്തിൽ നടക്കുകയാണ്. സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ ഉൾപ്പെടെ വലിയ സമരരംഗത്ത് നിൽക്കുമ്പോൾ അവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണണം എന്നാവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് സമയമില്ല. മുഖ്യമന്ത്രി സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ നടത്തുന്ന സമരത്തിൽ ഇങ്ങനെ മനുഷ്യർ കേരളത്തിൽ പിടഞ്ഞു വീണ് മരിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ സമയം കൊടുത്തില്ലെങ്കിൽ ആർക്കാണ് അതിന്റെ നഷ്ടം? അതിന്റെ നഷ്ടം എന്ന് പറയുന്നത് കേരളത്തിലെ പാവപ്പെട്ട രോഗികളുടെ മേജർ സർജറികൾ നിശ്ചയിച്ചിട്ടുള്ള രോഗികളുടെ ജീവനാണ് നഷ്ടം.